ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ ഷോർട്സിൽ പറഞ്ഞിട്ടില്ലായിരുന്നു നമ്മളൊരു ലോങ് ട്രിപ്പ് പോവാണ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. കാണാത്തവർ ജസ്റ്റ് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇതേ ഞങ്ങളൊരു 12:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കോട്ടയം വഴി പോകാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറ്റത്തില്ല, നമുക്ക് ആലപ്പുഴ വരെ പോകാം, നല്ല വെട്ടവും വെളിച്ചമൊക്കെ കണ്ടിട്ട് പോവാം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതാണ്. ഇരുന്ന് നടു ഒടിഞ്ഞു കേട്ടോ. ഇടയ്ക്കൊന്ന് നിർത്തി കോഫി കുടിക്കാൻ വേണ്ടി, ഒരു കോഫി ഒന്നുമല്ല, 2-3 കോഫി ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞൊരു 2 മണിക്കൂറിന് ശേഷം ഇച്ചായും കുഞ്ഞാവയും നല്ല ഉറക്കമായി കേട്ടോ. പിന്നെ ഡാഡായും മോനും ഇത് തന്നെയാണ് വീട്ടിൽ. ഇങ്ങനെ രണ്ടുപേരെയും കിടത്തിയാൽ മതി, ആൾക്കാർ രണ്ടുപേരും നല്ല സുഖമായിട്ട് ഉറങ്ങും കേട്ടോ. പിന്നെ ഒരു ബോധവും ഇല്ല. അതിനുശേഷം ഒരു 3 മണിക്കൂർ പിന്നെയും ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ആ ടൈമിൽ ഞാൻ കിടന്ന് നന്നായിട്ട് ഉറങ്ങി. ഒരു 5 മണി 6 മണി ആയപ്പോഴത്തേനും ഞങ്ങളിത് നമ്മുടെ കുട്ടി സനാപ്പയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് അവിടുത്തെ കോഴികളാണ് കേട്ടോ. അവിടെ കോഴിയും താറാവും എല്ലാം ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് നമ്മുടെ നാട് തന്നെയാണ് ഭയങ്കര ഇഷ്ടം. ഇത് പിന്നെ സനാപ്പിയുടെ മമ്മ എന്ന് വെച്ചാൽ എൻ്റെ നാത്തൂൻ, എൻ്റെ ഇക്കുവിൻ്റെ പെങ്ങൾ. ഇതാണ് സനാപ്പി. പുള്ളിക്കാരിയെ ഡെലിവറി ആവുന്ന ആ ഒരു ടൈമിലാണ് ഞാൻ നാത്തൂനായിട്ട് കമ്പനി ആവുന്നത്. എന്ന് വെച്ചാൽ ഇച്ചയുടെ ഫാമിലിയിൽ ഞാൻ ഫസ്റ്റ് പരിചയപ്പെടുന്ന ആളെന്ന് പറയുമ്പോൾ നാത്തൂനായിട്ടോ. അങ്ങനെ വെച്ചാൽ നാത്തൂൻ വൈബൊന്നും ഇല്ല. ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആ ഒരു കോംബോയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അന്നെങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു 3 വർഷമായിട്ട് നിൽക്കുന്നത്. പിന്നെ അവിടുന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ പള്ളിയിൽ പോകാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിന് മുന്നേ ഇച്ചാടെ വേറെ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകാം എന്ന് വിചാരിച്ചിട്ട് നേരെ വണ്ടി സൈഡാക്കി അവിടുന്ന് ഇച്ചാടെ വേറൊരു റിലേറ്റീവിൻ്റെ വീട്ടിലിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയി കുഞ്ഞിനെയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ സ്ഥിരം പ്രഹസനം, റീൽസ് എടുക്കുന്നു, വീഡിയോസ് എടുക്കുന്നു. അങ്ങനെ വണ്ടിയിലിരുന്ന് കുറേ അധികം റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും കൊള്ളത്തില്ല, എല്ലാം ചളവായിപ്പോയി കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും ട്രിവാൻഡ്രത്തേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ജഡായു പാറ. അപ്പോൾ ഇവിടുത്തെ വ്യൂ അധികമൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ ജസ്റ്റ് കണ്ടത് ഞാനൊന്ന് ഷൂട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നല്ല ട്രാഫിക്കായിരുന്നു. എറണാകുളത്തെ ട്രാഫിക്കിനെക്കാട്ടിലും ട്രാഫിക്കെന്ന് എനിക്ക് തോന്നിപ്പോയി. അതിൻ്റെ കൂടെ നല്ല വെയിലും മഴയും കലർന്നൊരു പന്ന ക്ലൈമറ്റ് എന്ന് പറയാം കേട്ടോ. ആ ഒരു അവസ്ഥയായിപ്പോയി. അത് കഴിഞ്ഞ് നല്ല ഒരു 3 മണിക്കൂറിന് ശേഷമാണ് ഞങ്ങൾ ട്രിവാൻഡ്രം എത്തിയത്. പിന്നെ അവിടുന്ന് പള്ളിയിൽ കൊടുക്കാൻ വേണ്ടി കൊല വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ അത് വാങ്ങിക്കാൻ വേണ്ടി പോയി. പള്ളിയുടെ അടുത്തുനിന്നൊന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല, കാരണം അത്രയ്ക്ക് റേറ്റാണ്. നമ്മൾ ഇവിടുത്തുകാരും കൂടെ അല്ല, ട്രിവാൻഡ്രംകാരല്ല, പുറത്തുനിന്നൊക്കെ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരിലെ കഴുത്തറുത്ത് വെക്കുന്ന അവസ്ഥയിലുള്ള വില പറയും കേട്ടോ. അങ്ങനെ ഒരു 2-3 കടയിൽ പോയി. ട്രാഫിക് ആയതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കാണ്ടാണ് വന്നത്. അങ്ങനെ പിന്നെ നമുക്ക് വാങ്ങിച്ചല്ലേ പറ്റൂ. പിന്നെ അവിടെ നിന്ന് വാങ്ങിച്ചു. അത് കഴിഞ്ഞ് പള്ളിയിൽ കയറി ഒരു 1 അവർ പള്ളി സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് സിയാറത്തിന് ശേഷം ഞങ്ങൾ ഇറങ്ങി. ഞാൻ ഷവർമ്മ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഷവർമ്മയൊക്കെ വാങ്ങിച്ചു. കുഞ്ഞാവനെ ഇതേപോലെ ഡാഡ പിടിച്ചാൽ മതി, അവൻ എപ്പോഴും അങ്ങനെ പിടിച്ചാൽ മതി കേട്ടോ. പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ആളിവിടെ കിടന്ന് തകൃതിയായ കളിയാണ്. അതാണ് ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ സൗണ്ട്. അത് കഴിഞ്ഞിട്ട് ഇച്ചാടെ അപ്പച്ചിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ കുഞ്ഞാവയുടെ വേറൊരു അത്തിത്തായ കേട്ടോ. അപ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ കുഞ്ഞാവയാണെങ്കിൽ ഇവരുടെ അടുത്തൊക്കെ വലിയ വർത്തമാനമാണ്. നമ്മുടെ അടുത്ത് ചെറിയ ആ ഊന്നൊക്കെ പറയുന്ന ആളങ്ങ് മാറി. പിന്നെ അവിടെ പോയപ്പോൾ എല്ലാവരോടും ചിരിയായി. എല്ലാവരും സാധാരണ കുഞ്ഞു പിള്ളേർക്ക് ഇങ്ങനെ കൈമാറി എടുക്കുമ്പോൾ അവർക്കൊരു ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഇല്ലേ. ഇയാൾക്ക് അതൊന്നും ഇല്ല കേട്ടോ. ഇയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരുടെ അടുത്തും ഇങ്ങനെ മാറിയിരിക്കാൻ. പിന്നെ ഈ ഒരു കുഞ്ഞാവയുടെ അത്തത്തെ പുള്ളിക്കാരൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഭയങ്കര ഇഷ്ടമായി. അതുപോലെ ഇരുന്ന് വർത്തമാനവും കാര്യങ്ങളും ചിരി. ഇവിടെയൊക്കെ പോയി കുറച്ചധികം ടൈമായി. ഒരു 9:30-10 മണി ആയപ്പോഴാണ് ഇച്ചാടെ ഉമ്മാടെ ചേട്ടത്തിയുടെ വീട്ടിൽ ഞങ്ങൾ പോയത് കേട്ടോ. അപ്പം അവിടെയാണ് ഈ 2 ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ പിന്നെ അവരുടെ കൂടെ പുള്ളിക്കാരനിരുന്ന് കളിയും ചിരിയും ഒക്കെ ആയിരുന്നു. അവർ പോകണ്ട, നാളെ പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് സമയം കിട്ടിയില്ല. കാരണം കുഞ്ഞാവയ്ക്ക് അല്ല, ഇച്ചാക്ക് പോയിട്ട് എന്ന് വെച്ചാൽ തിരിച്ചിവിടെ വന്നിട്ട് പിറ്റേ ദിവസം തിങ്കളാണെന്ന് തോന്നുന്നു, തിങ്കളാഴ്ച എന്തൊക്കെയോ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ വന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു 11:30-12 മണിയായെന്ന് തോന്നുന്നു അടുപ്പിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളൊരു 5 മണി 6 മണി ആയപ്പോഴാണ് വീട്ടിലെത്തിയത്. ഇടയ്ക്ക് അവിടെ സൈഡാക്കി ഞങ്ങളൊന്ന് റിലാക്സ് ചെയ്യാനും ഇച്ച ഒന്ന് കിടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു 6 മണി 5:30 ആയപ്പോൾ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നൈറ്റൊക്കെ നല്ല മഴയായിരുന്നു. ആ മഴ ടൈമിൽ പിന്നെ എനിക്ക് ചെറിയൊരു പേടിയായിരുന്നു. അങ്ങനെ അതുകൊണ്ട് ആ ടൈമിൽ ഞങ്ങൾ സൈഡാക്കി. ഇച്ചായെ കൊണ്ട് ഞാൻ ബഹളം വിപ്പിച്ചൊക്കെ സൈഡാക്കി ഞങ്ങൾ അങ്ങനെ കിടന്നായിരുന്നു കേട്ടോ. കാരണം മഴയായതുകൊണ്ട്, അതുമല്ല ആലപ്പുഴ വഴി വരുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല ട്രാഫിക്കായിരുന്നു. അപ്പം എന്നത്തെയും പോലെ ഒരു തട്ടിക്കൂട്ട് വീഡിയോ മാത്രം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.